വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു. ചന്ദ്രനിൽ ജീവന്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും എങ്കിൽ അത് ശരിയാണ്. ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ജൂപ്പിറ്ററിന്റെ ചന്ദ്രനായ യൂറോപ്പയിലാണ് ഈ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. തിളക്കമുള്ള ഐസ്പാളുകൾ കൊണ്ട് പൂർണ്ണമായും മൂടിക്കിടക്കുന്ന ഈ ചന്ദ്രൻ മനുഷ്യന്റെ ചിന്താശേഷിയെ വെല്ലുവിളിക്കുന്ന ഒരു രഹസ്യമാണ്. ഭൂമിയുടെ ചന്ദ്രനേക്കാൾ അല്പം ചെറുതാണ് യൂറോപ്പ. പക്ഷേ അതിലും വലിയ കഥയാണ് നാം യൂറോപ്പയുടെ മേൽത്തട്ടിൽ കാണുന്നത്. തിളങ്ങുന്ന ഐസ്പാളുകൾ. ഈ ഐസ്പാളുകളുടെ താഴെ അസാധാരണമായൊരു ലോകമുണ്ട്. ഒരു വിശാലമായ സമുദ്രം, 60 മുതൽ 150 കിലോമീറ്റർ വരെ ആഴമുള്ള ശുദ്ധജലം. അതും ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളും ചേരുന്നതിനേക്കാൾ വലുത്. ഈ സമുദ്രത്തിൽ സൂര്യപ്രകാശമില്ല. പിന്നെ ഇവിടെ എങ്ങനെ ജീവൻ നിലനിൽക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ ഇതിനും ശാസ്ത്രജ്ഞരുടെ പക്കൽ ഉത്തരമുണ്ട്. ജിയോ തെർമൽ എനർജി. യൂറോപ്പ വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണത്തിന് കീഴിൽ തീവ്രമായ ചലനങ്ങൾക്ക് വിധേയമാകുന്നു. ഈ ചലനങ്ങൾ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സമുദ്രത്തിൽ ചൂടുള്ള വാതക ചുഴികൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഭൂമിയിലെ ആഴക്കടലിൽ ചുഴികളിൽ കാണപ്പെടുന്നത് പോലെ അസാധാരണമായ എന്നാൽ സൂര്യപ്രകാശമില്ലാത്ത തികഞ്ഞ ഉത്സാഹത്തോടെ ജീവിക്കുന്ന ജീവികളെ പോലെ ഇവിടെയും ജീവൻ വളരാം. അതല്ലാതെ ജൂപ്പിറ്ററിൽ നിന്ന് വരുന്ന തീവ്രമായ റേഡിയേഷൻ യൂറോപ്പയുടെ ഐസ്പാളുകളിൽ രാസമാറ്റം സൃഷ്ടിക്കുന്നു. ആ രാസവസ്തുക്കൾ ഐസ്പാള് തകരുമ്പോൾ സമുദ്രത്തിലേക്ക് കലരുന്നു. ജീവൻ വളരാൻ ആവശ്യമായ പിന്തുണ ഘടകങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മൈക്രോബുകൾ, പ്രിമിറ്റീവ് ബാക്ടീരിയ അഥവാ അതിലും കൂടുതൽ വികസിച്ച ചെറിയ ജീവരൂപങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നാം പ്രതീക്ഷിക്കുന്നു. 1990കളിൽ നാസയുടെ ഗലീലിയോ സ്പേസ് ക്രാഫ്റ്റ് യൂറോപ്പയെ കണ്ടെത്തി. അവിടെ നിന്ന് അതൊരു സമുദ്ര ലോകമാണ് എന്ന ആശയത്തിന് തുടക്കമായി. ഗലീലിയോ സ്പേസ് ക്രാഫ്റ്റ് അയച്ച ചിത്രങ്ങളിൽ പിളർന്ന പാതകളും രാസഘടകങ്ങളുടെ സൂചനയും സമ്മർദ്ദം കുറഞ്ഞ ഭാഗങ്ങളിൽ വീഞ്ഞു പോലെ മാറുന്ന ഐസിന്റെ രേഖകളും കാണാമായി. ഇപ്പോൾ മനുഷ്യൻ അടുത്ത വലിയ ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ്. യൂറോപ്പ ക്ലിപ്പർ, ഒരു അതിവേഗ അത്യാധുനിക ബഹിരാകാശ യാനത്തെ നാസ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2030-നകം യൂറോപ്പയെ അടുത്ത് നിരീക്ഷിച്ച് ജീവന്റെ സൂചനകൾ തേടുക എന്നതാണ് ലക്ഷ്യം. എന്തുകൊണ്ടാണ് യൂറോപ്പ ഇത്രയും പ്രത്യേകകരമാകുന്നത്? ഭൂമിയിലെ ആഴക്കടലിന്റെ ഇരുണ്ട ഗർത്തങ്ങളിൽ തിളക്കമില്ലാത്ത എന്നാൽ ധാരാളം ജീവൻ നിറഞ്ഞ ലോകം നാം കണ്ടിട്ടുണ്ട്. ഈ ഗർത്തങ്ങളിൽ സൂര്യപ്രകാശമില്ല, എങ്കിലും ജീവൻ നിലനിൽക്കുന്നു. യൂറോപ്പയിലെ സമുദ്രത്തിൽ ജീവൻ സൃഷ്ടിക്കാം എന്ന വിശ്വാസത്തിന് ഇതൊക്കെയാണ് നിറം പകരുന്നത്. യൂറോപ്പയുടെ ഐസ്പാളുകൾക്ക് താഴെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ മരിച്ചുപോയ ജീവരൂപങ്ങൾ ഉണ്ടാകും. ഇതിന്റെ സമുദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവന്റെ അംശം ഒരു ദിവസം നമ്മുടെ ഈ ലോകത്തേക്കാൾ വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരമൊരുക്കാൻ കാത്തിരിക്കുന്നുണ്ടാകാം. സയൻസ് ബേസ്ഡ് കണ്ടന്റ്സിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സയൻസിന്റെ ജേർണിയിലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.